ഹലോ പ്രിയപ്പെട്ടവരെ, കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കടന്നേ തീരൂ. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് കടന്നുപോകുന്നത്. തുടക്കത്തിലെ തന്നെ കപ്പിത്താനാകേണ്ട കോച്ചിനെ നഷ്ടമായി. ആരാധകരും മാനേജ്മെന്റും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇതാ പ്രശ്നങ്ങളെല്ലാം കലങ്ങിത്തെളിഞ്ഞിരിക്കുന്നു. പോസിറ്റീവായി കാര്യങ്ങൾ പോകുന്നുണ്ട്. അസിസ്റ്റന്റ് കോച്ചുമാരായി വന്ന ടി.ജി. പുരുഷോത്തമനും തോമസ് കോഴ്സും കൂടെ ടീമിനെ ഇപ്പോൾ വളരെ മികച്ചതാക്കി മാറ്റിയിരിക്കുന്നു. പ്ലേ ഓഫ് ലക്ഷ്യമാക്കി നീങ്ങുന്ന ടീമിന്റെ അടുത്ത മത്സരം ലീഗിൽ ടോപ്പിലുള്ള എ.ടി.കെ മോഹൻ ബഗാനെതിരെയാണ്. മോഹൻ ബഗാൻ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത ടീമാണ്. നിലവിൽ മികച്ച ഫോമിലുള്ള ടീമാണ് മോഹൻ ബഗാൻ. അപ്പോൾ ആ ടീമിനെതിരെ ഇറങ്ങുമ്പോൾ മികച്ച പ്രതിരോധ നിരയും മികച്ച ഗോൾ കീപ്പറും ആവശ്യമാണ്. നിലവിൽ നമ്മുടെ ടീമിന്റെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷാണ്. സച്ചിൻ മികച്ച ഗോൾ കീപ്പർ തന്നെയാണ്, സംശയമില്ല. എങ്കിലും ഒരുപാട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് സച്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവിടെയാണ് ബ്ലാസ്റ്റേഴ്സിൽ പുതിയതായി എത്തിയ കമൽജിത്തിന്റെ ഇമ്പോർട്ടൻസ്. താരം ഒഡീഷയിൽ നിന്നുമാണ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. കമൽജിത്ത് സിംഗ് സച്ചിൻ സുരേഷിനെക്കാട്ടിലും ഒരുപാട് മാച്ച് എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പർ കൂടിയാണ്. എങ്കിലും താരം ടീമിൽ വന്ന ഉടനെ താളം കണ്ടെത്താൻ സമയം ആവശ്യമായി വന്നേക്കാം. ഉടനെ ഇറക്കിയാലും ഫിറ്റ്നസ് എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പു പറയാനും സാധിക്കില്ല. എന്തായാലും പ്ലേ ഓഫിലേക്ക് പോകണമെങ്കിൽ മികച്ച കളി തന്നെ ടീം ഒന്നടങ്കം പുറത്തെടുക്കണമെന്ന് സാരം. ആരാധകരോട് ചോദിച്ചാൽ ചിലപ്പോൾ പറയുക കമൽജിത്തിനെ തന്നെയായിരിക്കും. എങ്കിലും ടീം കോച്ചായ പുരുഷോത്തമൻ ഏത് തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് കണ്ടു തന്നെ അറിയാം. ഏത് ഗോൾ കീപ്പറായിരിക്കണം കൊൽക്കത്തയ്ക്കെതിരെ ഇറങ്ങേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ്സായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്